പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ അടുത്ത് ഇതുപോലെയുള്ള ടയറുകളുണ്ടോ എങ്കിൽ നമുക്ക് ഈ ഒരു ടയറുകൾ ഉപയോഗിച്ച് നല്ലൊരു അക്വേറിയമാക്കി മാറ്റാം. നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിച്ച അല്ലെങ്കിൽ ഉപയോഗിച്ച് തീർന്ന ഒഴിവാക്കിയ സ്കൂട്ടറിൻ്റെയോ കാറിൻ്റെയോ ബൈക്കിൻ്റെയോ എന്തിൻ്റെയും ടയർ നമുക്ക് നല്ലൊരു അക്വേറിയമാക്കി മാറ്റാം. അതെങ്ങനെയെന്നല്ലേ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്കൂട്ടറിൻ്റെ ടയറാണ്. ഈ ഒരു ടയർ കൊണ്ട് എങ്ങനെ ഒരു അക്വേറിയമാക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ടയർ അല്പം പഴയതാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്പ്രേ പെയിൻറ്റുകളോ അല്ലെങ്കിൽ നോർമൽ പെയിൻറ്റുകളോ ഉപയോഗിച്ച് ഇവ ഭംഗിയാക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ടയർ അത്യാവശ്യം പുതിയൊരു ടയർ ആയതുകൊണ്ട് ഞാനിതിന് പെയിൻ്റൊന്നും കൊടുക്കുന്നില്ല. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ടയറിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു സ്ക്വയർ മാർക്ക് ചെയ്യുക. ഇതുപോലെ ഒരു സ്ക്വയർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഒരു ഹോൾസ് ആക്കി അത് മാറ്റാം. ഇതുപോലെ നമ്മുടെ ഒരു കൈ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോൾസ് ആയിരിക്കണം നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ടയർ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെയുള്ള 2 ഗ്ലാസുകൾ നമുക്ക് വേണം. ഈ ഗ്ലാസ് എന്തിനാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഈ ഒരു ടയറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു അടപ്പായിട്ട്, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗത്തും ഒരു അടപ്പായിട്ടും ഉപയോഗിക്കാനാണ് ഈ ഒരു ഗ്ലാസ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഗ്ലാസിന്റെ അളവ് എങ്ങനെ എടുക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ടയറിന്റെ ഈ ഒരു ഹോൾസ് നമുക്ക് എത്ര വീതിയുണ്ട്, എത്ര വലിപ്പമുണ്ട് നോക്കാം. ഈ ഒരു ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ടയറിന്റെ വ്യാസം 25 സെന്റിമീറ്ററാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ടയറിനനുസരിച്ചായിരിക്കും അതിൻ്റെ വ്യാസം ഉണ്ടായിരിക്കും. 25 സെന്റിമീറ്റർ ഹോൾസ് ആണെങ്കിൽ ഈ ഒരു ഗ്ലാസ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഒരു 26 അല്ലെങ്കിൽ 27 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു ഗ്ലാസ് ആയിരിക്കണം നിങ്ങളത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീതി നോക്കുകയാണെങ്കിൽ 26 സെന്റിമീറ്ററാണ് ഈ ഒരു ഗ്ലാസിൻ്റെ വലിപ്പം, വ്യാസം. അപ്പോൾ അതേപോലെ രീതിയിൽ നിങ്ങളുടെ ഈ ഒരു ഗ്ലാസ് കട്ട് ചെയ്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഈ ഒരു ഗ്ലാസ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ് എങ്ങനെ ഈ ഒരു ടയറുമായിട്ട് ഒട്ടിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു GP എന്ന സിലിക്കോണിൻ്റെ ഒരു പശയാണ്. ഈ ഒരു പശ നമ്മുടെ ഗ്ലാസ് ഒട്ടിക്കുന്ന ഒരു പശയാണ്. ഈ ഒരു പശ ഉപയോഗിക്കാനുള്ള കാരണം, ഒരിക്കലും ഞാൻ ഒട്ടിക്കുമ്പോൾ ലീക്ക് വരാൻ പാടില്ല. ലീക്ക് വന്നാൽ അതിലൂടെ വെള്ളം വരാൻ സാധ്യത ഏറെയുണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കുന്നത് നോക്കാം. ഇങ്ങനെ കൃത്യമായിട്ട് ഒട്ടുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു പാത്രത്തിലേക്ക് കുറച്ച് പശ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇങ്ങനെ പശ തേച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഗ്ലാസ് എടുത്ത് നമുക്ക് കൃത്യമായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം
കൂട്ടുകാരെ, ഇങ്ങനെ ഈ ഒരു ടയറിൻ്റെ രണ്ട് ഭാഗത്തും ഗ്ലാസ് ഒട്ടിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് ലീക്ക് വരാതെ ഒട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് കല്ലുകൾ ഇട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. കൂട്ടുകാരെ, നമുക്ക് ഇതേപോലുള്ള കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കല്ലുകൾ ഇട്ടാം. കൂട്ടുകാരെ, ഇനി നിങ്ങളിതിൽ കൃത്യമായിട്ട് ഇതേപോലുള്ള കല്ലുകളും ചെടികളൊക്കെ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം പറഞ്ഞു കൊടുക്കാം. പതിയെ പതിയെ കൂട്ടുകാരെ, ഈ ഒരു അക്വേറിയത്തിലേക്ക് ഇതുപോലെ നിങ്ങൾ വെള്ളം പറഞ്ഞ ശേഷം നമുക്കിനി ഇതിൽ മീനിനെ നിക്ഷേപിക്കാം.
പ്രിയ കൂട്ടുകാരെ, ടയർ കൊണ്ട് എങ്ങനെ ഈസി ആയിട്ട് അക്വേറിയം ഉണ്ടാക്കാമെന്നുള്ള ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാമെന്ന പ്രതീക്ഷയോടെ